കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ ഭീഷണി നേരിടുന്നുവെന്നും വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. BBC ഓഫീസിലെ ആദായ നികുതി വകുപ്പ് പരിശോധന അടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. മണിപ്പൂരിൽ വലിയ പീഡനങ്ങൾ നടന്നെന്നും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകുന്നത്. അർജുൻ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രം, അതിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിനാൽ തീർച്ചയായിട്ടും രൂക്ഷ വിമർശനം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ 80 പേജുള്ള റിപ്പോർട്ട് 2023 ഇന്ത്യയുടെ മനുഷ്യാവകാശ കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പുറത്തിറക്കിയ ഒരു വാർഷിക റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പ്രധാനമായിട്ടും എടുത്തു പറയുന്ന കാര്യം 2023 മണിപ്പൂരിൽ നടന്ന കലാപം, അതിനോടൊപ്പം തന്നെ രാജ്യത്തെ പല ഭാഗങ്ങളിലായി, വിവിധ ഭാഗങ്ങളിലായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന അക്രമങ്ങളാണ്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിൽ, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്കെതിരെ ഉണ്ടാകുന്ന നടപടികൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തു പറഞ്ഞ പോലെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് വേട്ടയാടുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് സമാനമായി തന്നെ ഇത്തരത്തിൽ ITയെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് EDയും ഉൾപ്പെടെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഗൗരവതരമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആയുധം എന്ന് പറയുന്ന പോലെ അമേരിക്ക വിമർശിച്ചു എന്നുള്ളതും BJP നേട്ടമാക്കാൻ ഒരുങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ